വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 5 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 പേർക്കായുള്ള തെരച്ചിൽ ഇനിയും തുടരുകയാണ്. മനുഷ്യജീവനുകൾ വലിയ ദുരന്തത്തിൽ അകപ്പെടുമ്പോൾ ആ അപകടത്തിന് കാരണം സർക്കാർ സംവിധാനങ്ങളുടെ പരാജയം കൂടിയാണെന്ന വിമർശനം ഉയരുമ്പോൾ ഈ നാടിന്റെ മുഖ്യമന്ത്രി അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്ന് കേൾക്കാം. അതൊക്കെ നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. ഈ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ മഴയും പെയ്തില്ല. ഇത് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയാണ്. ഈ നാടിനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നയിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾ. 5 പേർ മരിച്ച അപകടത്തെ നിസ്സാരവത്കരിച്ച് പറഞ്ഞിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് മഴയും പെയ്തില്ലേ എന്ന് പറഞ്ഞ് മൂട്ടിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ആ ശരീരഭാഷയിലുണ്ട് ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രാധാന്യം. തുരങ്ക നിർമ്മാണ മേഖലയിൽ മണ്ണ് നീക്കം ചെയ്യണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും നിർദ്ദേശം നൽകിയെങ്കിലും കരാറുകാർ പാലിച്ചില്ലെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ വയനാട് ജില്ലാ കളക്ടർ ജൂൺ 20-നാണ് അപകട സാധ്യതയുണ്ടെന്നും അതിനാൽ മണ്ണ് നീക്കം ചെയ്യണമെന്നും പറഞ്ഞുള്ള ഉത്തരവിറക്കിയത്. അങ്ങേയറ്റം ഗൗരവമുള്ള ഈ വിഷയത്തിൽ പിന്നീട് എന്ത് നടപടിയുണ്ടായെന്ന് വിലയിരുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? ജൂൺ 20-ന് ശേഷമാണ് സംസ്ഥാനത്ത് മഴ ശക്തമായിരിക്കുന്നത്. അപകടം നടന്നത് 17 ദിവസം കഴിഞ്ഞ് ജൂലൈ 7-ന്. അപകടമുണ്ടായ ശേഷമാണ് മുഖ്യമന്ത്രി പറയുന്നത് അവരാണ് എല്ലാം ചെയ്യേണ്ടത്, ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന്. അങ്ങനെ നിർദ്ദേശം നൽകിയാൽ തീരുന്ന ഉത്തരവാദിത്തമാണോ സർക്കാരിന്റേത്? അവർ മണ്ണ് നീക്കാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനായി എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കോൺഗ്രസുകാരനായ സതീശന് കഴിയും. മുഖ്യമന്ത്രിയായ സതീശന് കഴിയില്ലെന്നും മാത്രം ഓർമ്മിപ്പിക്കുന്നു.